കുറച്ചധികം ദിവസമായി 2 ക്രീപ്പർ റോസ് മേടിച്ച് വെച്ചിട്ട്. നമ്മുടെ റെഡ് ക്രീപ്പർ റോസാണ്. ഒരുപാട് ആഗ്രഹിച്ചിട്ട് കണ്ടപ്പോൾ മേടിച്ചതാണേ. ഒരുപാട് നഴ്സറികളിലൊക്കെ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. കാണുമ്പോൾ എന്തായാലും 2 പ്ലാന്റ്സ് ഒരുമിച്ച് മേടിക്കണമെന്ന് അന്നേ മനസ്സിലുണ്ടായിരുന്നതാണ്. അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ 2 പ്ലാന്റ് മേടിച്ചിട്ടുണ്ട്. ഇത് റീപോർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഏകദേശം 2 വീക്സ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മൾ അതിനെ ഉദ്ദേശിച്ച രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇന്ന് അതാണ് നമ്മുടെ പരിപാടി. ഞാൻ ഒരു പൈപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണേ. അതിനായിട്ട് ഞാൻ കത്തി ഒന്ന് ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കത്തി എന്തായാലും നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കത്തി അങ്ങ് മാറ്റി വെച്ചേക്കണേ. അങ്ങനെ എന്തായാലും അതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം ഇതുപോലെ ഞാൻ ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഈ റോസ ഇതിലേക്ക് കെട്ടിവിടണേ. എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമുക്ക് വഴിയെ പറയാം കേട്ടോ. നമ്മുടെ ഈ പോട്ടിലെ മണ്ണ് കുറവാണ്, കരിയിലയിലാണ് കൂടുതലും നട്ടേക്കുന്നത്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ച് നിർത്താനായിട്ട് ഞാൻ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് റോസേനെ പതിയെ ഇതിലേക്ക് പിടിച്ച് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കെട്ടാനായിട്ട് നൂലൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് വന്നിരിക്കുകയാണെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ എണീച്ച് പോകേണ്ടി വരില്ലേ. പക്ഷേ എത്രയൊക്കെ ആണെങ്കിലും എനിക്കിതുപോലെ ഇടയ്ക്ക് എണീച്ച് പോകേണ്ടി വരും. എല്ലാ സാധനവും കൊണ്ടെത്തിച്ചതിന് ശേഷം ഒരു പണിക്ക് ഇരിക്കാൻ എനിക്ക് കഴിയാറില്ല കേട്ടോ. ഇതിനെ പിടിച്ച് മുള്ളിലേക്ക് കിട്ടുമ്പോഴേ നല്ല മുള്ളുണ്ടായിരുന്നു. അപ്പോൾ കയ്യിൽ നിന്ന് മുള്ളൊക്കെ കൊള്ളാതെ സൂക്ഷിച്ച് വേണം ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ടേ. ഗ്ലൗസ് ഒക്കെ ഇടുകയാണെങ്കിൽ കൂടുതൽ സേഫ് ആയിരിക്കും. കുറേ നാൾ മുന്നേ ഇതുപോലെ ത്രെഡ് മേടിച്ചത് വേറെ എന്തോ ആവശ്യത്തിനായിരുന്നു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസം നമ്മളൊരാളെ നിർത്തിയിട്ട് നമ്മുടെ അയ്യെല്ലാം ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എവിടെ നോക്കിയാലും ഈ പാമ്പിൻ്റെ ന്യൂസാണല്ലേ. അത് കേൾക്കുമ്പോൾ പേടിയായിട്ട് ഞാൻ എന്തായാലും ഒരാളെയും കൂടെ ഹെൽപ്പിന് വിളിച്ചിട്ട് ഇതിവിടെ എല്ലാം ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെയാകുമ്പോൾ ജസ്റ്റ് ഒരു പാമ്പ് വന്ന് നമുക്കൊന്ന് കാണാനെങ്കിലും പറ്റുമല്ലോ അല്ലേ. പിന്നെ എല്ലാവരും എപ്പോഴും പറയാറുണ്ട് ഒരുപാട് ചെടികളൊക്കെ ഇതുപോലെ അടുക്കി വെച്ചിരിക്കുന്നത് സേഫ് അല്ല എന്നൊക്കെ. പക്ഷെ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് നമ്മുടെ ഈ ചെടികൾ എടുത്ത് കളയാനൊന്നും എന്തായാലും പറ്റില്ലല്ലോ അല്ലേ. ചിലർ പറയാറുണ്ട് ചെടികളെല്ലാം ജീവനാണ് വലുതെന്നൊക്കെ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് അങ്ങനെ എടുത്ത് കളയാൻ തോന്നാറില്ല കേട്ടോ. 2 റോസും നമ്മൾ ആ പൈപ്പിലേക്ക് കയറ്റി ചുറ്റി വെട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനൊരു ആർച്ച് രൂപത്തിലാക്കി എടുക്കണം. ഈ പ്ലാന്റ് ഇവിടെ അല്ല വെക്കാൻ ഉദ്ദേശിക്കുന്ന അടുത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് വേണം ആർച്ച് റെഡിയാക്കാനായിട്ട്. പക്ഷേ ജസ്റ്റ് ട്രയൽ എന്ന രീതിയിൽ ഞാൻ ഇവിടെ വെച്ചൊന്ന് ചെയ്ത് നോക്കിയതാണ്. ഇത് ഏതിൻ്റെ ഒരു കേബിളാണ്, മുകളിൽ ആർക്കും വേണ്ടാതെ കിടന്നതാണ്. അപ്പോൾ ഈ കേബിൾ കണ്ടുകൊണ്ടാണ് ഇത് നമുക്ക് ആർച്ചാക്കി സെറ്റ് ചെയ്യാന്നൊക്കെ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ പാളുന്ന ലക്ഷണമാണ് കേട്ടോ. ഇത് നല്ല ടെമ്പറായിട്ട് ഇരിക്കുകയാണ്. കട്ടിയുള്ളത് കാരണം ഞാൻ പിടിക്കുന്നിടത്തേക്ക് അത് വരുന്നില്ല. അത് ഉദ്ദേശിക്കുന്നിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പൈപ്പിലേക്ക് ഇതിനെ ഇറക്കി നിർത്തുമ്പോൾ ഇതിന് നല്ല ബലമുള്ളത് കാരണം നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ട് കൂടി മൊത്തത്തിൽ ഷെയ്ക്ക് ആവുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പണി എന്തായാലും നടക്കില്ല. ഇത് നമ്മുടെ പ്ലാന്റിനെ കൂടി ഡാമേജ് ആക്കുന്ന ലക്ഷണമാണ്. പിന്നെ ഞാൻ ഹോസൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെക്കാൻ നോക്കി, എന്നിട്ടും രക്ഷയില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എന്തായാലും വിചാരിച്ചു എന്തായാലും നമുക്ക് ഈ പ്ലാന്റിനെ വെക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അങ്ങ് കൊണ്ടുവച്ചേക്കാം. അടുത്ത ബുദ്ധി മനസ്സിൽ ഉദിക്കുന്നത് വരെ അത് അവിടെ അങ്ങ് ഇരുന്നോട്ടെ എന്ന് കരുതി കേട്ടോ. ഈ എടുത്തുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഇരുന്നിടത്ത് തന്നെ കൊണ്ടുവെക്കണം. അതാണ് നമുക്ക് സേഫ്. കാരണം അല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെ ഇട്ടിരുന്നാൽ വെറുതെ വീട്ടിൽ വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനതിനെ എടുത്ത് അതുപോലെ ഇരുന്നതുപോലെ തന്നെ കെട്ടി വെച്ചിട്ടുണ്ട്. ഹോസ് ഇട്ടിട്ടും ആർച്ച് സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഹോസിനെയൊക്കെ ചുറ്റിയെടുത്തു. പക്ഷെ നമ്മുടെ ആ കേബിൾ വയറിനെ ചുറ്റിയെടുക്കാനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. എന്തായാലും ഞാൻ ഒരുവിധം അതിനെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ആർച്ച് സെറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമം മാറ്റാനായിട്ട് റീപോർട്ട് ചെയ്യാനുള്ള കുറച്ച് പെറ്റൂണിയാസ് അങ്ങ് റീപോർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് കുറച്ച് പോട്ട്സും അതുപോലെ പോട്ട് മിക്സും ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് മണ്ണും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. ഈ പോട്ട്സ് എല്ലാം പഴയ പോട്ടുകളാണ്. അപ്പോൾ കൊണ്ടുവന്നപ്പോഴത്തേനും അതിൽ ഫുൾ അഴുക്കായിരുന്നു. അങ്ങനെ എന്തായാലും അതിനൊന്ന് വാഷ് ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് പോട്ട് പെട്ടെന്ന് അങ്ങ് അഴുക്ക് പിടിക്കും. അതിന് തേച്ച് വൃത്തിയാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ച് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും. എന്തായാലും ഞാൻ തൽക്കാലം തേച്ച് കഴുകി എടുക്കുന്നതേ ഉള്ളൂ.
2 പോട്ട് കഴുകിക്കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ബ്ലാക്ക് പോട്ടും അത്ര ക്ലീൻ അല്ല എന്നുള്ളത്. പിന്നെ അതിനെയും കഴുകിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പോട്ട് ചാണകപ്പൊടിയും കൂടെ നമുക്ക് ഈ പോട്ട് മിക്സിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ കുറച്ച് മണ്ണും മണലും ചാണകപ്പൊടിയാണ് ഈ പോട്ട് മിക്സിലുള്ളത്, വേറൊന്നും ചേർത്തിട്ടില്ല. കരിയിലയിലാണ് നമ്മൾ സാധാരണ ഇപ്പോൾ എല്ലാ പ്ലാന്റ്സും വെക്കാറുള്ളത്. പക്ഷേ ഈ പെറ്റൂണിയൊക്കെ നല്ല സെൻസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ ഒരു പരീക്ഷണത്തിന് മുതിരുന്നില്ല കേട്ടോ. ഇനി കുറച്ച് അടിയിൽ നമുക്ക് ചരലിട്ട് കൊടുക്കാം. അതിന് ഞാൻ വേറെ എങ്ങും പോയില്ല, അവിടെ ഉണ്ടായിരുന്ന ചരൽ തന്നെ വാരി ഇട്ടിട്ടുണ്ടേ. ഈ പെറ്റൂണിയ നമ്മൾ ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടിപ്പോൾ കുറച്ച് ദിവസമായി. അതൊന്ന് റെഡിയായതിന് ശേഷം പോട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണേ. ഈ പെറ്റൂണിയ കൈകളിലെത്ത കാര്യം പറയുകയാണെങ്കിൽ ഒരു ദുരന്തം തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ അടുത്തുള്ള ഒരു സെല്ലറുടെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത്. ഇതിനു മുന്നേ നമ്മുടെ യെല്ലോ പെറ്റൂണിയയും അതുപോലെ റെഡ് ടൈഡൽ വേവ് പെറ്റൂണിയയും മേടിച്ചത് ഇവരുടെ അടുത്തു നിന്നായിരുന്നേ. അപ്പോൾ അവർ അയച്ച് നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ കൈകളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അന്ന് സ്പീഡ് പോസ്റ്റാണ് അയച്ചത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോയി കളക്ട് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ ഒരു ധൈര്യത്തിലാണ് 3 പെറ്റൂണിയയും നമ്മുടെ മിനി പെറ്റൂണിയ മില്യൺ ബെൽസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റും ഓർഡർ ചെയ്തത്. പക്ഷേ നമ്മുടെ ഭാഗ്യദോഷം എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അവർ അയക്കുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ഒരു ഹോളിഡേ ആയിരുന്നു. അത് കഴിഞ്ഞ് വിഷുവിൻ്റെ അന്ന് ഹോളിഡേ ആണെന്നുള്ളത് അറിയാമായിരുന്നു. പക്ഷേ അതിൻ്റെ തലേ ദിവസം തന്നെ പ്ലാന്റ് കയ്യിൽ കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. അന്ന് അവധിയാണെന്നുള്ള കാര്യം ആ സെല്ലറും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ ഇവർ എൻ്റെ കൈകളിലെത്തിയപ്പോൾ 4 ദിവസമായി. അപ്പോൾ ഇവരുടെ അവസ്ഥ വല്ലാത്ത ദയനീയ അവസ്ഥയായിരുന്നു. ശരിക്കും അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ ഒന്നിനും നിന്നില്ല. എനിക്ക് ആകെ വിഷമമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നെക്സ്റ്റ് ഡേ ഒരു പ്ലാന്റ് മൊത്തത്തിൽ നശിച്ചു പോയിട്ടുണ്ട്. ഇവരൊക്കെ അത്ര ഹെൽത്തി അല്ലെങ്കിലും വലിയ പ്രോബ്ലം ഇല്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്കിവരെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് അയക്കുമ്പോൾ അവധിയൊക്കെ കറക്റ്റ് നോട്ട് ചെയ്തതിന് ശേഷം വേണം പ്ലാന്റ്സ് അയക്കാനായിട്ട്. അതുപോലെ നമ്മൾ മേടിക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു മൺഡേ ദിവസമാണ് ഇവർ പ്ലാന്റ്സ് അയക്കുന്നത്. മൺഡേ കഴിഞ്ഞ് ട്യൂസ്ഡേ പ്ലാന്റ്സ് നമ്മുടെ കൈകളിൽ കിട്ടേണ്ടതാണ്. അന്ന് എന്തോ അംബേദ്കർ ജയന്തി ആയിരുന്നു, അതിൻ്റെ നെക്സ്റ്റ് ഡേ വിഷു ആയിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും നെക്സ്റ്റ് ഡേ ഞാൻ പോസ്റ്റ്മാനെ വിളിച്ചിട്ടും എടുക്കാത്തത് കാരണം പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ വരെ എത്തി. പോസ്റ്റ് ഓഫീസ് ക്ലോസ് ചെയ്തിട്ടേക്കുന്ന കണ്ടപ്പോഴാണ് അന്നേ ദിവസം അവധിയാണെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന പെറ്റൂണിയാസ് എല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ യെല്ലോ പെറ്റൂണിയയും ടൈഡൽ വേവ് പെറ്റൂണിയയും ഞാൻ റൂട്ട് പിടിപ്പിച്ച് എടുത്തതാണ്. അന്ന് കട്ട് ചെയ്ത് പോട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി റിപ്പോർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. റെഡ് ടൈഡൽ വേവ് പെറ്റൂണിയുടെ മദർ പ്ലാന്റ് മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതിനെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും അത് നശിച്ചു പോകുന്നതിന് മുന്നേ ഒരു കട്ടിങ് വെച്ച് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഇവർക്കെല്ലാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉടനെ ഇവരെ ഹാങ് ചെയ്ത് ഇടുന്നില്ല. ഇവർ ഇടുന്ന സ്ഥലത്ത് തന്നെ കുറച്ച് ദിവസം കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ പ്രൊപ്പഗേഷൻ ഏരിയയിലേക്ക് തന്നെ ഇവരെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ. 2 ദിവസം കഴിഞ്ഞ് ഒരു യാത്ര പോകുന്നുണ്ട്. ആ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിവരെ നല്ല വെയിലുള്ള ഏരിയയിലേക്കൊക്കെ മാറ്റി വെക്കാം. ഇപ്പം സേഫായിട്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇവരുടെ കൂട്ടത്തിൽ നട്ടുവെച്ച ഒരു ഡബിൾ പെറ്റൂണിയുടെ പ്ലാന്റ് ഉണ്ടായിരുന്നേ. അത് ഞാൻ ഡബിൾ പെറ്റൂണിയ നട്ട് വെച്ചിട്ടുള്ള വേറൊരു പോട്ട് ഇരിപ്പുണ്ട്, അതിലേക്ക് തന്നെ നട്ട് വെക്കുകയാണേ. നമുക്ക് ഈ പ്ലാന്റ്സ് എല്ലാം നടാനായിട്ട് എന്തോരം പോട്ട്സ് ആവശ്യമുണ്ടല്ലേ. ഇനി ഞാൻ ഒരാളെ കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ദിവസം സീനിയൊക്കെ മേടിച്ചപ്പോൾ അന്ന് അവിടെ നിന്ന് മേടിച്ചതാണ്. ആദ്യമായിട്ടാണ് ഈ പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഇതിപ്പോൾ എന്താണെന്നല്ലേ, ഡബിൾ പെറ്റൽ ബോൾസ് ആണ്. ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ എനിക്ക് അത്ര ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ്. കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണല്ലോ, അതുമല്ല നല്ല കോസ്റ്റ്ലി ആണല്ലോ. അപ്പോൾ അത്രയും കാശൊക്കെ കൊടുത്ത് മേടിക്കുമ്പോൾ നമ്മൾ പെറ്റൂണിയൊക്കെ മേടിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ വെറുതെ കാശ് പോകല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഈ പ്ലാന്റ് മേടിക്കാൻ ഇതുവരെ മുതിർന്നിട്ടില്ല. മാത്രമല്ല നമ്മുടെ ക്ലൈമറ്റിന് ചൈനീസ് ബോൾസം അത്ര പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് അല്ല. എന്നാലും ഇതിന് നമ്മൾ കണ്ടപ്പോൾ ഞാൻ 2 എണ്ണം മേടിച്ച് നോക്കിയതാണ്, ഒരു പരീക്ഷണാർത്ഥം മേടിച്ചതാണ്. എന്തായാലും നമുക്ക് പിടിച്ചു കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നോക്കാം. അതിന് നമ്മൾ മണ്ണും മണലും ചാണകപ്പൊടിയുമാണ് ചേർക്കുന്നത്. ചാണകപ്പൊടി വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ മണ്ട ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കാരണം അതൊരുപാട് ഹൈറ്റ് വെച്ച് പോയാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. ഒന്ന് ബുഷിയായിട്ട് നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ മണ്ടയെല്ലാം കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തത് മണലിലേക്ക് തന്നെ കുത്തി വെക്കുകയാണ്.
ഇതിപ്പോൾ മണലിൽ മാത്രമാണ് നട്ട് വെക്കുന്നത്, ഒന്ന് റൂട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പുതിയൊരു പ്ലാന്റ് മേടിക്കുമ്പോൾ അതിൽ നിന്നൊരു കട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു തയ്യോ എടുത്ത് മാറ്റി പിടിപ്പിച്ച് വെക്കുന്നത് നല്ലതാണ്. വേറൊരു അറ്റ്മോസ്ഫിയറിൽ വളർന്ന പ്ലാന്റിനെ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് വളർത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാളും ഇവർ നമ്മുടെ ക്ലൈമറ്റിൽ പിടിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സേഫായിരിക്കും. ഇനിയിപ്പോൾ ഇവരെ നമുക്ക് പ്രൊപ്പഗേഷൻ ഏരിയയിലേക്ക് വെച്ചെടുക്കാം. ശരിക്കും പ്രൊപ്പഗേഷൻ ഏരിയ ഇപ്പോൾ ഫുള്ളായിട്ടുണ്ടേ. ഇനി നമ്മുടെ ആർച്ച് സെറ്റ് ചെയ്യാൻ പറ്റാത്ത വിഷമം തീർക്കാനായിട്ട് ഫൈനലി ഞാൻ കുറച്ച് വഴുതനങ്ങയും കൂടെ വിളവെടുക്കുന്നുണ്ടേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കില്ലല്ലോ അല്ലേ? അതെ, ആർട്ട് സെറ്റ് ചെയ്യാനായിട്ട് ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബായ്.